നാച്ചുക്കിളിയുടെയും നീലുമുയലിൻ്റെയും കഥ പറയട്ടെ. ഒരിടത്തൊരിടത്ത് നിറയെ മരങ്ങളും പുൽമേടുകളും പൂക്കളുമുള്ള മനോഹരമായ ഒരു കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ ചെവികൾ ഉയർത്തി ഓടി നടക്കുന്ന നീലു എന്നു പേരുള്ള ഒരു മുയലുണ്ടായിരുന്നു. നീലുവിൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു നാച്ചുകിളി. നാച്ചുവിന് നീലയും മഞ്ഞയും ചേർന്ന നിറമുള്ള തൂവലുകളായിരുന്നു. അവൾ മനോഹരമായി പാടും. ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലെ മൺപൊത്തിലാണ് നീലുവിൻ്റെ താമസം. അതേ മരത്തിൻ്റെ ഒരു ചില്ലയിലാണ് നാച്ചുക്കിളിയുടെ കൂടും. അവർ എല്ലാ ദിവസവും ഒരുമിച്ചിരുന്ന് സംസാരിക്കും. നാച്ചുക്കിളി മനോഹരമായ പാട്ടുകൾ പാടും. നീലു നിലത്തിരുന്ന് ചെവിയോർക്കും. കാടിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു പുൽമേടിനെ പറ്റി ഒരു ദിവസം നാച്ചുക്കിളി നീലുവിനോട് പറഞ്ഞു. നീലു, ആ പുൽമേട്ടിൽ നല്ല മധുരമുള്ള ക്യാരറ്റ് ചെടികളുണ്ട്. ഞാൻ പറന്നപ്പോൾ കണ്ടതാണ്. പക്ഷേ ഒരു കുറുക്കൻ അവിടെ കറങ്ങി നടക്കുന്നതും കണ്ടു. ആണോ? മധുരമുള്ള ക്യാരറ്റോ? എനിക്ക് അങ്ങോട്ട് പോണം. നാച്ചു, നീ വഴി പറഞ്ഞു തരുമോ? നീലു ആവേശത്തോടെ തുള്ളിച്ചാടി. നീലുവിന് ക്യാരറ്റ് കഴിക്കാൻ തിടുക്കമായി. എന്നാൽ പോയാലോ? നീലു ചോദിച്ചു. ശരി, പോകാം. പക്ഷേ നല്ല ശ്രദ്ധ വേണം. കുറുക്കൻ്റെ കണ്ണിൽ പെടരുത്. കുറുക്കൻ കണ്ടാൽ അപ്പോൾ തന്നെ നമ്മുടെ കഥ കഴിക്കും. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി ഒരേ സമയം അവിടെ എത്തണം. എന്നിട്ട് ഒരുമിച്ചിരുന്ന് ആ ക്യാരറ്റുകൾ പങ്കുവെച്ച് കഴിക്കണം. എന്താ, സമ്മതമാണോ? നാച്ചുക്കിളി നീലുവിനോട് ചോദിച്ചു. സമ്മതം, സമ്മതം. ഉറപ്പായും നമുക്ക് ഒരുമിച്ച് ക്യാരറ്റ് പങ്കിടാം, നീലു പറഞ്ഞു. അങ്ങനെ അവർ യാത്ര തുടങ്ങി. നാച്ചു ആകാശത്തിലൂടെ പറന്നു. നീലു താഴെക്കാട്ടിലൂടെ വേഗത്തിൽ ഓടി. കുറച്ചു കഴിഞ്ഞപ്പോൾ നീലു ഒരു കുന്നിൻ മുകളിൽ എത്തി. താഴെ ക്യാരറ്റ് ചെടികളുള്ള പുൽമേട് കണ്ടതും നീലുവിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് മോശം ചിന്തകൾ വന്നു. നാച്ചു വരുന്നതിന് മുൻപ് ഞാൻ ഈ മധുരമുള്ള ക്യാരറ്റ് മുഴുവൻ കഴിച്ചു തീർക്കാം. നാച്ചുവിനോട് ക്യാരറ്റൊന്നും ബാക്കിയില്ലെന്ന് പറയാം. നാച്ചു എത്തുന്നതിന് മുൻപേ നീലു പുൽമേട്ടിലേക്ക് പാഞ്ഞു കയറി ക്യാരറ്റുകൾ ഓരോന്നായി തിന്നു തീർക്കാൻ തുടങ്ങി. നീലു ക്യാരറ്റ് ആസ്വദിച്ച് തിന്നുന്നതിനിടയിൽ കുറുക്കൻ പതുങ്ങി പതുങ്ങി പതിയെ നീലുവിൻ്റെ അടുത്തേക്ക് വന്നു. പിന്നിൽ കുറുക്കൻ വന്നു എന്ന് നീലുവിന് മനസ്സിലായി. അവൾക്ക് പേടിയായി. അവൾ കരയാൻ തുടങ്ങി. കുറുക്കൻ നീലുവിൻ്റെ നേർക്ക് ചാടാനൊരുങ്ങി. അയ്യോ, നാച്ചു, നാച്ചു, ഓടിവാ, എന്നെ രക്ഷിക്കൂ. അതേസമയം കുന്നിൻ മുകളിൽ നീലുവിനെയും കാത്തു നിൽക്കുകയാണ് നാച്ചുക്കിളി. നീലുവിനെ കാണുന്നില്ലല്ലോ. നീലു എവിടെ പോയി? നാച്ചു വിഷമിച്ചു. അയ്യോ, നാച്ചു, നാച്ചു, ഓടിവാ, എന്നെ രക്ഷിക്കൂ. പെട്ടെന്നാണ് നാച്ചുക്കിളി നീലുവിൻ്റെ കരച്ചിൽ കേട്ടത്. കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് വേഗത്തിൽ പറന്നു. അപ്പോൾ കുറുക്കൻ്റെ മുന്നിൽപ്പെട്ട് പേടിച്ചു നിൽക്കുന്ന നീലുവിനെ നാച്ചു കണ്ടു. അയ്യോ, നീലുവിനെ എങ്ങനെ രക്ഷിക്കും? എന്നെ അവൾ ചതിച്ചെങ്കിലും അപകടത്തിൽപ്പെട്ട നീലുവിനെ ഞാൻ രക്ഷിക്കണം. നാച്ചു പെട്ടെന്ന് താഴേക്ക് പറന്നു ചെന്ന് കുറുക്കൻ്റെ തലയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. കൂ, കൂ, കുറുക്ക, ദേ നോക്ക്, ഇവിടെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്, നിനക്കിവിടെ വേറെ ഇരയുണ്ട്. നാച്ചുക്കിളിയുടെ ശബ്ദം കേട്ട് കുറുക്കൻ ആശയക്കുഴപ്പത്തിലായി. കൊതിയൻ കുറുക്കൻ നാച്ചുവിനെ പിടിക്കാൻ ചാടിയ തക്കത്തിന് നീലു വേഗത്തിൽ ഓടി രക്ഷപ്പെട്ടു. നാച്ചു മുകളിലേക്കും പറന്നു. അന്നു മുതൽ ഉറ്റ ചങ്ങാതിയെ ചതിക്കരുതെന്നും ആഹാരം പങ്കിട്ടെടുത്താൽ സന്തോഷം കൂടുമെന്നും നീലു പഠിച്ചു. നാച്ചുവും നീലുവും
വീണ്ടും നല്ല ചങ്ങാതിമാരായി സന്തോഷത്തോടെ ജീവിച്ചു.